മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ക്ഷേമ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമായാണ് സാധാരണക്കാർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 4.5 വർഷത്തിലേറെയായി ഇല്ലാതിരുന്ന സ്നേഹവും ക്ഷേമാന്വേഷണവുമാണ് ഒറ്റ ദിവസം കൊണ്ട് പിണറായിക്കും മറ്റ് സഖാക്കൾക്കും ഉണ്ടായിരിക്കുന്നത്. പരിഹാസ്യമായ നീക്കമെന്നല്ലാതെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക? സർക്കാരിന്റെ ജാള്യത മറയ്ക്കാനുള്ള വിഫല തന്ത്രം. ഇതുകൂടാതെ PM ശ്രീ പദ്ധതിയിലെ CPM നീക്കങ്ങളും ആശാവർക്കർമാരുടെ വിഷയവും മറയ്ക്കാനുള്ള ശ്രമമായും ഇതിനെ കാണാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമായാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഇതിനെ കാണുന്നത്. ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും വിശേഷിപ്പിച്ചത്. 4.5 വർഷമായി 1 രൂപ പോലും കൂട്ടാത്ത ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വെറും 400 രൂപ മാത്രം കൂട്ടിയാണ് ഈ കോളിളക്കമെല്ലാം നടത്തുന്നത്. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷനുകളുടെ കാര്യത്തിലാവട്ടെ സർക്കാരിന് മിണ്ടാട്ടമില്ല. അതിരൂക്ഷമായ പ്രതികരണമാണ് ആശമാർ നടത്തിയത്. 1000 രൂപ എന്ന് പറയുമ്പോൾ ദിവസേന 33 രൂപയാണ് വർദ്ധിക്കുന്നത്. വേതനം വർദ്ധിപ്പിച്ചെന്ന് ഊറ്റം കൊള്ളുന്ന മന്ത്രിക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ആശാ വർക്കർമാർ രോഷത്തോടെ ചോദിച്ചത്. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ക്ഷേമ പ്രഖ്യാപനങ്ങളെ ജനാധിപത്യ ബോധമുള്ളവർ ഒറ്റക്കെട്ടായി തള്ളിപ്പറയുകയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വെറും കടലാസ് വാഗ്ദാനങ്ങളായി അവശേഷിക്കുമെന്നതാണ് ആശങ്ക. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ 1500 കോടിയുടെ കേന്ദ്ര പദ്ധതി കൊണ്ടുവരുന്ന സർക്കാരാണ് 10,000 കോടിയുടെ വൻ തള്ളൽ നടത്തുന്നത്. ജനങ്ങൾ ഈ പ്രഖ്യാപനങ്ങളെ തള്ളിക്കളയുമെന്നതിൽ ഒരു സംശയവുമില്ല.